നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം.കെ. റാം വീണ്ടും അറസ്റ്റിൽ. തലശ്ശേരി സെഷൻസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റീ അറസ്റ്റിന് കോടതി അനുമതി ലഭിക്കുന്നതിന് മുൻപേ റാം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിൽ ക്രൈംബ്രാഞ്ചിനെയാകെ സമ്മർദ്ദത്തിലാക്കിയ കടുത്ത വിമർശനങ്ങളാണ് കോടതികളിൽ നിന്നും ഉണ്ടായത്. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് പ്രതിയെ അറിയിക്കാതെ അറസ്റ്റ് ചെയ്ത് പ്രതിക്ക് പുറത്തിറങ്ങാൻ അവസരമൊരുക്കിയത് വലിയ വിവാദത്തിനാണ് വഴിയൊരുക്കിയത്. അറസ്റ്റിന് കോടതി അനുമതി നൽകുന്നതിനു മുമ്പ് തന്നെ ഡോക്ടർ എം.കെ. റാം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി കീഴടങ്ങിയിരുന്നു. വൈകിട്ട് 4 മണിയോടെയാണ് അറസ്റ്റിന് കോടതി അനുമതി നൽകിയത്. അപ്പോഴേക്കും അറസ്റ്റിനുള്ള മറ്റു നടപടിക്രമങ്ങളെല്ലാം SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ DYSP ജീവൻ ജോർജ് പൂർത്തിയാക്കിയിരുന്നു. വൈകിട്ട് 6 മണിയോടെയാണ് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട് അറസ്റ്റ്, സാക്ഷിമൊഴികൾ എന്തൊക്കെ, ചുമത്തിയ വകുപ്പുകൾ എന്തൊക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രതിയെ അറിയിച്ചു. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് വായിച്ചു മനസ്സിലാക്കിയെന്ന് ഒപ്പിട്ട് വാങ്ങി. ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് റീ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കി. രാത്രിയോടെ തലശ്ശേരി SC/ST അതിക്രമ കേസുകൾ പരിഗണിക്കുന്ന ജഡ്ജിക്ക് മുമ്പാകെ റാമിനെ ഹാജരാക്കി. റാമിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഒട്ടേറെ നാടകീയ രംഗങ്ങൾ കണ്ട കേസിലാണ് ഡോക്ടർ എം.കെ. റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇനി ഈ കേസിൽ എന്തൊക്കെ തെളിവുകൾ ശേഖരിക്കണം എന്ന കാര്യം തുടർ ദിവസങ്ങളിൽ പുതിയ അന്വേഷണ സംഘം തീരുമാനിക്കും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ വിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.